Hi dudes, ടെക്നിയുടെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും കൂടി സ്വാഗതം. നമ്മളിപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ്. പോക്കോ X3 എല്ലാവരും വെയിറ്റ് ചെയ്തൊരു ഫോണാണ് പോക്കോ X3. പോക്കോ X3 എന്ന് പറയുമ്പോൾ നമ്മുടെ കിളികളൊക്കെ നല്ലോണം സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത്ര എക്സൈറ്റഡ് ആണ് അവരും, അതുപോലെ തന്നെ ഞാൻ എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് പോണേക്കാൾ മുമ്പ് നിങ്ങൾക്ക് ഈ ഫോൺ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ബിഗ് ബില്യൺ ഡേയ്സിൽ SBI കാർഡ് യൂസ് ചെയ്താലും അതുപോലെ തന്നെ കുറേ ഓഫേഴ്സൊക്കെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മളെ പോട്ട് സമയങ്ങളുണ്ട്. ലെറ്റ്സ് ഡു ഇറ്റ്. ഇപ്പോൾ ഇത് നമ്മുടെ പോക്കോ X3യുടെ ബോക്സ്. ഫസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ 120 Hz റിഫ്രഷ് റേറ്റ് മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ട്. മെയ്ഡ് ഇൻ ഇന്ത്യ എന്നൊക്കെ ഒരു മെയിനായിട്ട് കേസുകളൊക്കെയാണ് പറയണേ. സൈഡിലും പോക്കോ X3 എന്നാണ് പറയുന്നത്. ബാക്ക് സൈഡിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഒരു കോൾകോം സ്നാപ്ഡ്രാഗൺ 732Gൻ്റെ പ്രോസസ്സറാണ് യൂസ് ചെയ്തേക്കണേ. 6000 mAh ബാറ്ററി, 64 MP ക്യാമറ, 120 Hz റിഫ്രഷ് റേറ്റ്. മെയിനായിട്ട് 3 കേസസാണ് വന്നേക്കണേ. 6GB 128GB വേരിയൻ്റാണ് നമ്മളിപ്പോൾ ഈ ഫോൺ എടുത്തേക്കണേ. കൊബാൾട്ട് ബ്ലൂ എന്ന് പറഞ്ഞൊരു വേരിയൻറ്റും കൂടിയാണ് എടുത്തേക്കണേ. നമുക്ക് പോട്ട് സമയങ്ങളുണ്ട്. നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്യാം. ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ തന്നെ പോക്കോ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അവർ. അപ്പോൾ ഇതെന്താണ് സംഭവം നമുക്കൊന്ന് എടുത്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഫോണൊന്ന് ഇവിടെ ബോക്സ് ഒന്ന് മാറ്റി വെച്ചിട്ട് ഇത് എന്താ സംഭവം നോക്കാം. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു സിം ഇജക്ഷൻ ടൂളാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ TPU കേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പേപ്പർ വർക്ക്സും കൂടി ഉണ്ട് കേട്ടോ. യൂസർ ഗൈഡ് പേപ്പർ വർക്ക്സ് ഐറ്റംസ് ഒക്കെ വരുന്നുണ്ട്. മാറ്റി വയ്ക്കുക അതൊക്കെ. സിം ഇജക്ഷൻ ടൂൾ അതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ TPU കേസിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട് നോക്കി നോക്കാം. നല്ല ക്വാളിറ്റി തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ട്രാൻസ്പാരൻറ്റ് കളറാണ്, ഡാർക്ക് കളറൊന്നും ആഡ് ചെയ്യാണ്ട് പക്ക ട്രാൻസ്പാരൻറ്റ് ഒരു കേസാണ് പ്രൊവൈഡ് ചെയ്തേക്കണേ. കേസ് നമുക്ക് ഇവിടെ വയ്ക്കാം. ഇനി എന്താണ് ഫോൺ ബോക്സിൽ വരുന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. അടുത്തായിട്ട് നമുക്ക് വരുന്നത് ഫോണാണ്. ഫോൺ നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് നോക്കാം ചാർജറും കേബിളൊക്കെ എങ്ങനെയാണ് വരുന്നത് നോക്കാം. പ്രൊവൈഡ് ചെയ്തേക്കണ കേബിൾ Type-C കേബിളാണ്. നമുക്ക് ചാർജർ എടുത്തിട്ട് എത്ര വാട്ടാണ് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, ചാർജർ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് പ്രൊവൈഡ് ചെയ്തേക്കണേ. ഓക്കെ, 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറിന് പ്രൊവൈഡ് ചെയ്തേക്കണേ. അപ്പോൾ ഇത്രയും കേസസാണ് നമുക്ക് ഫോണിൻ്റെ കൂടെ കിട്ടണേ. ഒരു TPU കേസ്, ചാർജർ കേസ്, ഫോൺ ഐറ്റംസ് ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ നമുക്കിനി നമ്മുടെ ഫോൺ നോക്കി നോക്കാം. നമുക്ക് ഈ ഫോൺ ഈ പ്ലാസ്റ്റിക് റാപ്പിൽ നിന്നൊക്കെ എടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമ്മൾ പോക്കോ X3യുടെ ഫസ്റ്റ് ലുക്ക് തന്നെ നോക്കുമ്പോൾ നല്ല ലുക്കായിട്ട് തന്നെയാണ് വരുന്നത്. ബാക്ക് സൈഡൊക്കെ ക്യാമറ ഭയങ്കര ഡിഫറൻസ് ആയിട്ടുണ്ട്. മുമ്പത്തെ ഒരു ഫോണിൻ്റെ പോലെ X2ൻ്റെ പോലെ അല്ല, ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. ക്യാമറ ആ ഒരു പൊസിഷനൊക്കെ ഡിഫറൻസ് ആയിട്ടുണ്ട്. ഒരു കോഡ് ക്യാമറ സെറ്റപ്പാണ് പ്രൊവൈഡ് ചെയ്തേക്കണേ. 64 MP ഒരു മെയിൻ ക്യാമറയാണ് വന്നേക്കണേ. പിന്നെ അത്യാവശ്യം വരികയാണെങ്കിൽ ഒരു ഷൈനിങ് ബോഡി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെടുത്തത് ബ്ലൂ കളർ വേരിയൻ്റ് ആണ്, പ്ലാസ്റ്റിക് ആണ്. നമ്മുടെ വെയിറ്റ് ഇതിന് വരുന്നത് 225 ഗ്രാമാണ് വെയിറ്റ് വരുന്നത്. നല്ല ഹെവി ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. നോക്കുകയാണെങ്കിൽ ബാലൻസിങ് ഒന്നും അത്ര പെർഫെക്ഷനായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത്യാവശ്യം നല്ലോണം തന്നെ വെയിറ്റ് വരുന്നുണ്ട്. ഇത്തരം കേസസാണ് നമ്മുടെ ബിൽഡ് ക്വാളിറ്റി ഐറ്റംസിലൊക്കെ എനിക്ക് പറയാനായിട്ടുള്ളത്. നമുക്ക് അടുത്തതായിട്ട് ഫോണിൻ്റെ പോർട്സ് ആൻഡ് ബട്ടൺസ് എടുക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ വോളിയം ബ്രോക്കേഴ്സാണ് പ്രൊവൈഡ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ സൈഡ് ഫിംഗർ പ്രിൻ്റാണ് വന്നേക്കണേ. ബാക്ക് സൈഡിലേക്ക് നമുക്ക് വരുമ്പോൾ ഒരു സ്പീക്കർ, ഗ്രിൽ ആൻഡ് മൈക്രോഫോൺ, പിന്നെ നമ്മുടെ സി പോർട്ടാണ് വരുന്നത്. 3.5mm ഹെഡ് ജാക്ക് കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സിം ട്രൈ ആണ് പ്രൊവൈഡ് ചെയ്തേക്കണേ. സിം ഇജക്ഷൻ അല്ല, സോറി. ടോപ്പ് സൈഡിലേക്ക് നമുക്ക് വരുമ്പോൾ IR ബ്ലാസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോൺ കൂടി ഇതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത്ര കേസസാണ് പോർട്സ് ആൻഡ് ബട്ടൺസിലേക്ക് വരുമ്പോൾ കാണണേ. നമുക്ക് ഫോണപ്പോൾ ഓപ്പൺ ചെയ്യാം. ഫോണിൻ്റെ ഫസ്റ്റ് ലുക്ക് ഡിസ്പ്ലേ ബേസ് നോക്കുകയാണെങ്കിൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. ഒരു ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. 6.67 ഇഞ്ചസാണ് ഈ ഡിസ്പ്ലേ വരുന്നത്. മൊത്തത്തിൽ നോക്കുമ്പോൾ ബ്രൈറ്റ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഡീറ്റെയിൽ റിവ്യൂവിൽ എന്തെങ്കിലുമൊക്കെ ബ്രൈറ്റ് ഇഷ്യൂസോ അല്ലെങ്കിൽ എന്തൊക്കെയുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഡിസ്പ്ലേയിൽ ഗോറില്ല ഗ്ലാസ് ഫൈൻ്റെ ഒരു പ്രൊട്ടക്ഷൻ കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 120 Hz റിഫ്രഷ് റേറ്റ് ഞാൻ പറഞ്ഞു. ആ കേസ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ വേറൊരു കേസ് കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 240 Hzൻ്റെ ഒരു ടച്ച് സാമ്പിളിംഗ് റേറ്റും കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. HDR10 സപ്പോർട്ട് ചെയ്യുന്ന ഫോൺ കൂടിയാണ്. അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ക്യാമറ സെക്ഷൻസ് നോക്കാം. ഒരു 64 MP മെയിൻ ക്യാമറയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ 30 MP ക്യാമറ, 2 MP ഡെപ്തിനും 2 MP മാക്രോനും, 30 MP അൾട്രാ വൈഡിനും വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് സൈഡിലേക്ക് വരാണെങ്കിൽ 20 MP ഒരു ക്യാമറയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാവുന്ന കേസ് ഇത് ഏത് വെർഷനിലാണ് വർക്ക് ചെയ്യണമെന്നാണ്. എബൌട്ട് ഫോണിൽ നോക്കുമ്പോൾ MIUI 12 ആണ് വർക്ക് ചെയ്യണേ. സെക്യൂരിറ്റി പാച്ച് ലെവലൊക്കെ 229.1 ലേറ്റസ്റ്റ് ആയിട്ട് സെക്യൂരിറ്റി പാച്ച് ലെവലൊക്കെ വന്നേക്കണേ. ആൻഡ്രോയിഡ് 10 ആണ് ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഫോണിൽ കിട്ടിയേക്കണേ. ആൻഡ്രോയിഡ് 11 സപ്പോർട്ട് ഉണ്ടോ എന്ന് അറിയില്ല. ഇത്ര കേസസാണ് വന്നേക്കണേ. അടുത്തായിട്ട് നമുക്കിതിൻ്റെ ക്യാമറ ആപ്ലിക്കേഷൻ നോക്കിയിട്ട് വീഡിയോ എത്ര വരെ സപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കി നോക്കാം. വീഡിയോ സപ്പോർട്ട് ചെയ്യുന്നത് മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നത് 4K 30 FPS വരെയാണ് ബാക്കിൽ നമുക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന മാക്സിമം സപ്പോർട്ട് ചെയ്യണത്. നമുക്ക് ഫ്രണ്ട് സൈഡ് എങ്ങനെ വരണേ നോക്കാം. ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോൾ
മാക്സിമം സപ്പോർട്ട് ചെയ്യണത് 180 30 FPS വരെയാണ് മാക്സിമം നമുക്ക് സപ്പോർട്ട് ചെയ്യണേ. ഇത്ര ആണ് ക്യാമറയുടെ ആപ്ലിക്കേഷൻ നോക്കുമ്പോഴും ക്യാമറ നോക്കുമ്പോൾ നമുക്ക് വരുന്നത്. പിന്നെ നമുക്ക് നോക്കാവുന്ന ഈ കേസ് സൗണ്ട് ക്വാളിറ്റിയാണ്. സൗണ്ട് ക്വാളിറ്റി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് NCSൻ്റെ ഒരു മ്യൂസിക് പ്ലേ ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മുടെ സൗണ്ടിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു സ്റ്റീരിയോ സ്പീക്കറാണ് പ്രൊവൈഡ് ചെയ്തേക്കണേ. നൈസായിട്ട് നല്ല കൂടിയ ക്വാളിറ്റി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കറിൻ്റെ നല്ലോണം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് ഇനി ഇതിൻ്റെ സെൻസേഴ്സൊക്കെ പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യേണ്ടി നോക്കാം. അതിന് ഫിംഗർ പ്രിൻറ്റ് നമുക്ക് നോക്കാം. ഫാസ്റ്റാണ്. ഓക്കെ പെർഫെക്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്കിനി ഫേസ് നോക്കാം. ഫേസ് പെർഫെക്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഫാസ്റ്റാണ്. അപ്പോൾ അതിന് ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. സ്വൈപ്പ് ടു ലോക്ക് ആക്കിയാണ് എന്നോട് ചെറിയ ലാഗ് തോന്നുന്നത്. പക്ഷേ ഫേസൊക്കെ പെർഫെക്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ കംപ്ലയിൻറ്റ് ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ ഫോണിൻ്റെ ഫസ്റ്റ് ഇംപ്രഷനാണ്. എനിക്ക് ഈ ഫോൺ നല്ല വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. 220 grams വെയിറ്റ് വരുന്നത്. പക്ഷേ വൈറ്റ് ബാലൻസിങ്ങൊക്കെ പോക്കോ അത്ര പെർഫെക്റ്റായിട്ട് ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബട്ട് ഫോണിൻ്റെ ഫീച്ചേഴ്സൊക്കെ നല്ലോണം ഉണ്ട്. നല്ലൊരു ക്യാമറ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ചിപ്സെറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ബട്ട് വെയിറ്റ് കുറച്ച് കൂടുതലാണ്. അതുപോലെ തിക്നെസ്സും കുറച്ച് കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വേറെ ഇഷ്യൂസ് ഒന്നും എനിക്ക് വരുന്നില്ല. ഫേസ് ഫിംഗേഴ്സൊക്കെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസ് കംപ്ലയിൻസ് ഒന്നും വരുന്നില്ല. ലാഗ് ഇഷ്യൂസ് ഒട്ടുമില്ല. 120 Hz ഒരു അടിപൊളി റിഫ്രഷ് റേറ്റ് തരുന്ന ഒരു ഡിസ്പ്ലേ തന്നെയാണ് പ്രൊവൈഡ് ചെയ്തേക്കണേ. കളേഴ്സൊക്കെ ബ്രൈറ്റ് ആണ്. അതുപോലെ തന്നെ അങ്ങനെ ഇഷ്യൂസ് ഒന്നും വരില്ല. ലാഗ് ഇഷ്യൂസ് ഒന്നും ഒട്ടും വരുന്നില്ല. കംപ്ലയിൻസ് ഐറ്റംസ് ഒന്നും വരുന്നില്ല. HDR ടേൺ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതൊരു ഗ്രേറ്റ് ഫീച്ചറായിട്ട് എനിക്ക് പറയാനായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ റിവേഴ്സ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോണും കൂടിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കേസും കൂടി നമ്മുടെ പോക്കോ X2 പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും കേസസാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പോക്കോ X3യുടെ അൺബോക്സിങ് ആൻഡ് ഫസ്റ്റ് ഇംപ്രഷൻ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ എനിക്ക് പറയാനായിട്ടുള്ളത് ബിഗ് ബില്യൺ ഡേയ്സിൽ തന്നെ ഈ ഫോൺ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു SBIയുടെ കാർഡ് ഓഫറൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.